വീട് നഷ്ടപ്പെട്ട പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ട് ഇതിലാണോ? ഇതിനുള്ളതാണ്. എവിടെ? ചൂരമലയായിരുന്നു? അതെ, സ്കൂളിനടുത്ത് തന്നെ. സ്കൂളിനടുത്ത് ഇപ്പം വീടിന് എന്താ അവസ്ഥ? വീടിൻ്റെ അകത്തെല്ലാം വെള്ളം കയറി, പുറം കിണർ എല്ലാം പോയി, കിണറും വീട് ഗേറ്റ് മതിലെല്ലാം പോയി, വീടിനകത്ത് വെള്ളവും കയറി. നിങ്ങൾ സേഫായി? കുടുംബം എല്ലാവരും? ഞങ്ങൾ രണ്ടുപേരും. ഞാൻ ആ സമയം അവിടെ ഉണ്ടായിരുന്നു? അവിടെ ഉണ്ട്. എങ്ങനെ അറിഞ്ഞത്? ഞാൻ ഈ ഒച്ച കേട്ടിട്ട് രാത്രി തന്നെ എണീക്കുന്നു 1:30 മണിയായപ്പോഴേ. അപ്പോൾ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. വെള്ളം കയറിയായിരുന്നു 1:30 ഇല്ല, ഞാനപ്പോൾ ഭാര്യയെ വിളിച്ചു, ഒച്ച കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഉടനെ വീടിൻ്റെ വാതിൽ തുറന്നപ്പോഴത്തേക്കും ഈ മലവെള്ളം. നിങ്ങളിത് കരുതിയിരിക്കുകയായിരുന്നു, ഇത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു ദുരന്തമാണ്? അതായത് അവിടെ ഉരുൾപൊട്ടുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല? കൂടിപ്പോയ വെള്ളം കയറും? നല്ല സേഫ് ആയിട്ടില്ല. വെള്ളം കയറുമായിരുന്നു ഇടയ്ക്ക്? വെള്ളം കയറിയിട്ടില്ല. ഇതുവരെ വെള്ളം കയറിയിട്ട്? ഉയർന്ന സ്ഥലത്താണ് വീട്, അതായത് റോഡിന് മുകൾ ഭാഗത്തായിട്ടാണ്. അപ്പം അവിടെ വെള്ളം കയറുന്നു. എൻ്റെ പേര് തങ്കച്ചൻ. അപ്പോൾ ഞങ്ങൾ വീട് വാതിൽ തുറന്ന ഉടനെ തന്നെ വെള്ളം കയറി. പിന്നെ ഞങ്ങൾ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ കയറി ഇനി സേഫാണല്ലോ എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ രണ്ടാമത് വീണ്ടും വെള്ളം കയറി. ഞങ്ങളുടെ വെള്ളം കയറി ആദ്യത്തേനേക്കാൾ വളരെ ശക്തമായിട്ട് വന്നതിൽ ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ മുഴുവൻ മരങ്ങളും കല്ലുമൊക്കെ വന്ന് അടിഞ്ഞുകൊണ്ട് മലവെള്ളം വന്ന് വീട് അടിച്ച് തകർന്നു പോയില്ല. ആ ഒരു ഡിഫൻസ്. നിങ്ങളിത് മോളിൽ കണ്ടോണ്ടിരിക്കുകയാണോ ഈ വെള്ളം വരുന്നത്? കണ്ടോണ്ടിരിക്കുക. പാറയും വെള്ളമൊക്കെ പോകുന്ന എല്ലാം കണ്ടോണ്ടിരിക്കുക. ഞങ്ങൾ മരിച്ചു എന്ന് തന്നെ വിചാരിച്ചാൽ, വീട് ഇടിഞ്ഞ് വീണ് മരിച്ചു എന്ന് വിചാരിച്ചാൽ. പക്ഷേ വീട് ഇടിഞ്ഞ് വീണില്ല. വീടിന് ഭാഗ്യമായിട്ടുള്ള ഡാമേജ് പറ്റി ഞങ്ങൾ അവിടെ എപ്പോഴാണ് നിങ്ങൾ രക്ഷപ്പെടുത്തിയത്? ഫയർഫോഴ്സ് വന്നിട്ടാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത്. ഫയർഫോഴ്സ് വന്ന് നിങ്ങൾ? അതെ, രാവിലെ 5:30 ആയപ്പോഴേ ഫയർഫോഴ്സ്. രാവിലെ നോക്കുമ്പോഴേക്ക് ചുറ്റുപാടെല്ലാം പോയി? അപ്പോഴേ ഇരുട്ടാണ്. ഞങ്ങൾ അന്നേരം ഒന്നും കാണുന്നില്ല. ഇരുട്ടിലൂടെ ഒരു 5-5:15 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഉരുൾപൊട്ടിയതാണെന്ന് മനസ്സിലായി രാത്രിയിൽ അല്ലേ? അത് മനസ്സാവാതിരിക്കുന്ന നിങ്ങളുടെ ആവശ്യം എന്താ? എനിക്ക് എൻ്റെ വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ സൂചിപ്പാറയിലാണ് ഷോപ്പുള്ളത്. അപ്പോൾ സൂചിപ്പാറ ഇപ്പോൾ കഴിഞ്ഞ 6 മാസമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. സൂചിപ്പാറ വീണ്ടും തുറക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. സൂചിപ്പാറ എന്തിനാണ് അടച്ചതെന്ന്? സൂചിപ്പാറ ഒരു പോളെന്ന് പറഞ്ഞ ഒരാൾ മരിച്ച് പുൽപ്പള്ളിയിൽ ഒരു ആന ആക്രമണത്തിന് മരിച്ചു. അതിൻ്റെ പേരിൽ വനം വകുപ്പ് എല്ലാ ടൂറിസം കേന്ദ്രങ്ങളും വനം വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാം അടച്ചു. അതിനകത്ത് പെട്ടാണ് ഈ സൂചിപ്പാറയും. അപ്പം അത് സൂചിപ്പാറ തുറന്ന് പ്രവർത്തിക്കണം. പക്ഷേ ഈ വീട്ടിലേക്ക് ഇനി പോയി നിങ്ങൾ താമസിക്കുമോ? ഞങ്ങൾക്ക് ഈ വീട്ടിലേക്ക് ഇനി താമസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് അവിടെ ഇനി താമസിക്കാൻ പറ്റില്ല. ഭയം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 3 വീടുകൾ കാര്യമായി കേട്ടില്ലാത്തേ ഉള്ളൂ. പക്ഷേ എന്നാലും താമസിക്കാൻ ഭയമുണ്ട്. അടിയിൽ വെള്ളം കയറിയോന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് മാറ്റേണ്ടി വരും. പക്ഷേ ഞങ്ങൾ ഈ സൂചിപ്പാറ പോലെ സ്ഥലത്ത് ജീവനോപാധി മുടങ്ങാൻ പാടില്ല. സൂചിപ്പാറയൊക്കെ തുറന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നാട് ഉണരുള്ളൂ. എനിക്ക് അനിൽകുമാറെ, ഇവരെല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഇനി ആ സ്ഥലത്ത് അവർക്ക് തുടരാൻ ഭയമാണ്. അതിൻ്റെ ഒരു ചരിത്രം ഇവിടെ ഇപ്പം നമ്മുടെ പുത്തുമല കഴിഞ്ഞു. അപ്പോൾ മറ്റു സൈഡ് സേഫാന്ന് കരുതിയിരുന്നു. ഇപ്പം മുണ്ടക്കൈ വന്നു. അവിടെ മെയിൻ 900 കണ്ടി മലയുണ്ട്. ഇതിന്റെ മുകളിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. ഈ മഴ പെയ്ത പണ്ടൊക്കെ കള്ളാടിപ്പുഴയിലാണ് കൂടുതൽ വെള്ളം വരിക. പക്ഷെ പുത്തുമലയ്ക്ക് ശേഷം കള്ളാടിപ്പുഴ ഇപ്പോൾ നിങ്ങൾ പോകുമ്പോൾ അറിയാം വെള്ളമില്ല. ഈ വെള്ളം മുഴുവൻ അപ്പുറത്തേക്ക് പോയിട്ടാണ്. ഒരു PU ദാസ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ സ്ഥലങ്ങളിലെ മഴയുടെ പറ്റിയൊക്കെ മണ്ണിനെ പറ്റിയൊക്കെ. അതുകൊണ്ട് അവിടെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സുരക്ഷിതമല്ല. ചൂരമല വെള്ളരിമല വില്ലേജ്, കാരണം വെള്ളരിമല വില്ലേജിലെ ഇത്തരം സാധ്യതയുള്ള പ്രദേശങ്ങളെ പൂർണ്ണമായിട്ടും അവിടുന്ന് മാറ്റണം. എന്നാലേ പറ്റുള്ളൂ. കാരണം ഇതിലുണ്ടായത് ഇപ്പം നമുക്ക് ഇവരുടെ ഒരു ആക്സിഡന്റ് കാണുമ്പോൾ ആദ്യമായിട്ട് കേരളത്തിൽ തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മ, അതായത് ഇതെന്ന് പറഞ്ഞിട്ട് എല്ലാ തോട്ടം തൊഴിലാളികളും അവരെ പൂർവികരൊക്കെ വിളിച്ചു കൂട്ടി മുണ്ടക്കയിലും അട്ടമയിലും കൂട്ടായ്മ നടത്തി. ഒരു 2 വർഷത്തിൻ്റെ ഇടയിൽ നടന്നതാണ്. ഇതൊക്കെ നടന്നു വന്നൊരു സ്ഥലമാണ്. അത് കഴിഞ്ഞ് ഇവർ വളരെ നല്ല രീതിയിൽ കഴിയുന്ന, എന്നെ സംബന്ധിച്ച് മാനസികമായി വളരെ അടുപ്പമുള്ള മേഖലയാണ്. അവിടെ ഓരോരുത്തരും എന്നെ സലീം എന്ന് പറയുന്ന ഒരു ആൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ സക്കീന എൻ്റെ പെങ്ങളെ വീട്ടിൽ പോവുകയാണ്, ഇന്ന് ഞാൻ അങ്ങോട്ട് മാറുക എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ സലീമിൻ്റെ വീട് പോയില്ല, പെങ്ങളെ വീട്ടിൽ പോയതുകൊണ്ട് സലീം അതിൻ്റെ കൂടെ പോയി. അങ്ങനെ ഓരോരുത്തരും. ഒരു രാമസ്വാമി ഒരു TV ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അയാൾ പറഞ്ഞു, ഇവിടെ ഉരുൾ പൊട്ടുന്നുണ്ട്, ഞങ്ങൾ ടോർച്ചടിച്ച് നോക്കുന്നുണ്ട്. ആ രാമസ്വാമിയും പോയി. അപ്പോൾ ഇതിലുള്ളത് എല്ലാ എസ്റ്റേറ്റ് ഫാക്ടറികളിലും മഴ ഇത് ചെയ്യാനുള്ള തോട്ടം മേഖലയിൽ വെക്കണം. അവിടെ ചൂരമല ഫാക്ടറിയിലും അതുകൊണ്ട്. പക്ഷെ 350 എബോവ് വന്നൊന്നും അത് ശരിയായി അറിഞ്ഞിട്ടില്ല. ഇതിലും അല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കറിയാം, ലൈവിൽ നിൽക്കുമ്പോൾ ഞാൻ ഓടുന്നൊരു അത് കഴിഞ്ഞ് ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മരം താഞ്ഞിലോട് മറിഞ്ഞില്ലായിരുന്നെങ്കിൽ മരണസംഖ്യ ഇതിലും കൂടുമായിരുന്നു. കാരണം ആൾക്കാർ കൂടുതൽ അവിടെ എത്തും. രണ്ടാമത്തെ ബ്ലാസ്റ്റിലാണ് കൂടുതൽ ആളുകൾ വെള്ളം വന്നിട്ടുള്ളത്. അങ്ങനത്തെ ഒരു 1-2 മണിക്കൂറിനിടയിലാണ് രണ്ടെണ്ണം. പിന്നെ ഈ മേപ്പാടി പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇതിൽ ഒരു 60% നികുതി എടുക്കാത്ത സ്ഥലം. ഇവിടെ ഒരാൾ പറഞ്ഞല്ലോ, വീട് വയ്ക്കാൻ സ്ഥലമല്ല, നികുതി എടുക്കാത്ത സ്ഥലങ്ങളും തോട്ടം മേഖലയല്ല, ജീവിക്കാനുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. HMLനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ HMLൻ്റെ ഇപ്പം അങ്ങോട്ടുള്ള റോഡിൻ്റെ പ്രശ്നം 42 കോടി രൂപ കിഫ്ബി പാസ്സായതാണ്. അത് സ്ഥലം കിട്ടാത്തതിൻ്റെ പേരിൽ ആ
ആ റോഡ് പണി നടന്നില്ല. അതുകൊണ്ട് എവാക്യുവേഷനൊക്കെ നമുക്ക് വലിയ പ്രോബ്ലം വന്നു. ശരിക്കും പറഞ്ഞാൽ ആ പാലം, പുതിയ പാലം വന്നിരുന്നെങ്കിൽ നമ്മളെ വണ്ടികൾ പെട്ടെന്ന് മുണ്ടക്കൈയിൽ എത്തുമായിരുന്നു. അപ്പോൾ കുറേ ആളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഈ പഴയ ചെറിയ പാലം ഒലിച്ചുപോയി. ഇങ്ങനെ കുറേ, അതായത് നമ്മളെ സാങ്കേതികമായ തടസ്സങ്ങളും മറ്റും നമ്മളെ ഈ ഇതിന് ഡിസാസ്റ്ററിനെ വല്ലാതെ ഭീകരമാക്കി. നിങ്ങൾ ശരിക്കും